ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മാച്ച് അത് മോഹൻ ബഗാനെതിരെയാണ്. ആ ഒരു മാച്ച് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചും മോഹൻ ബഗാനെ സംബന്ധിച്ചും വിൻ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള പ്രീവിയസ് മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1-0 ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു മാച്ചിൽ മോഹൻ ബഗാൻ അവരുടെ കറക്റ്റ് സ്കോഡ് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് ഇഞ്ചുറികളും കാര്യങ്ങളും ആ ഒരു ടൈമിൽ മോഹൻ ബഗാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കറക്റ്റ് സ്കോഡ് അവർക്ക് ഇറക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അന്ന് അത്ര വലിയ ഇഞ്ചുറികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇഞ്ചുറി ഉണ്ടായിരുന്നു, പക്ഷെ അത്രമാത്രം വലിയ മെയിൻ പ്ലേയേഴ്സിന് ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വരാൻ പോകുന്ന മോഹൻ ബഗാനുമായിട്ടുള്ള മാച്ചിൽ ഫുൾ സ്കോഡിലായിരിക്കും മോഹൻ ബഗാൻ കൊച്ചിയിൽ അരങ്ങേറാൻ പോകുന്നത്. കാരണം അവരുടെ ഇഞ്ചുറികളും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. വളരെ ഫ്രീ ഇഞ്ചുറി ആയിട്ടുള്ള ഒരു ടൈമാണ് മോഹൻ ബഗാനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു സ്കോഡിലൂടെ ആയിരിക്കും കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ മോഹൻ ബഗാൻ നേരിടാൻ പോകുന്നത്. ഈ ഒരു മാച്ചിന്റെ മുന്നോടിയായിട്ട് മോഹൻ ബഗാന്റെ ക്യാപ്റ്റൻ സുഭാഷിസ് ബോസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വർഷം ISLന്റെ ഷീൽഡ് നേടാൻ ഞങ്ങൾക്ക് ഒരുപാട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു കാരണം ഞങ്ങൾ ഒരുപാട് നല്ല ഒരു ഫോമിലാണ്, ഗുഡ് ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ISL ഷീൽഡ്, ഈ ഒരു വർഷത്തെ ISL ഷീൽഡ് അവർക്ക് നേടാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് വിൻ ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കൂടെ തന്നെ അദ്ദേഹം വ്യക്തമാക്കി ഈ ഒരു ഷീൽഡ് നേടണമെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ മാച്ചും, ഇനിയുള്ള എല്ലാ മാച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വരാൻ പോകുന്ന അടുത്ത മാച്ചാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മാച്ച് വിജയിക്കുകയും അതിലൂടെ 3 പോയിന്റ് നേടുകയും ചെയ്യണം. ഈ ഒരു ഷീൽഡ്, ISLന്റെ ഷീൽഡ് നേടണമെങ്കിൽ വി നീഡ് ടു വിൻ അഗെയിൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന എല്ലാ അപ്കമിംഗ് മാച്ചസും അതുപോലെ വിജയിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. നമ്മുടെ ഈ വീഡിയോയുമായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മൈൻ.